നിങ്ങളൊരു ഫ്രഷർ ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങളാണ് ഇന്റർവ്യൂവിന് പോകാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളല്ല, ഒരു ഫ്രഷർ ആയിട്ടുള്ള ആള് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ റെസ്യൂമില് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത് ജോബ് ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ അറിയായിരിക്കും. എങ്കിൽ കൂടി നിങ്ങളുടെ സ്കില്ല് തെളിയിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, എന്തെങ്കിലും പ്രൊജക്ട് നിങ്ങളുടെ സ്കില്ലുമായി അല്ലെങ്കിൽ ജോബ് റോളുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊജക്ട്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവണം. അങ്ങനെ നിങ്ങളുടെ നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടെന്ന് തെളിയിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ഡ്രസ്സ്, ഒരു ചെറിയ നോർമൽ വരുമെങ്കിൽ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്യുക, മൊബൈൽ ഫോൺ സൈലന്റ് ആക്കുക, ലേറ്റ് ആവാതിരിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാതിരിക്കുക. ഇതെല്ലാം ഇന്റർവ്യൂവിന് മുമ്പ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ടായിരിക്കാം, പക്ഷെ ഇതൊക്കെ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സാലറി എക്സ്പെക്ടേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയില്ലായിരിക്കും. ഒപ്പം തന്നെ ഫ്രഷറിന് എത്ര സാലറി കിട്ടുന്നു നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്ത് നിങ്ങളുടെ ജോബ് റോളിന് എത്രയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ നിൽക്കുന്ന സാലറി സ്കെയിൽ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിനോട് അതനുസരിച്ച് നിങ്ങളുടെ സാലറി ചോദിക്കാനായിട്ട്. സോ ഇതെല്ലാം ഒരു ഫ്രഷർ ഇന്റർവ്യൂവിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലുള്ള ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ബയോ ചെക്ക് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.